ഹലോ, നമ്മളിന്ന് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കുറിച്ചാണ് നോക്കുന്നത്. സോ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് 1852 പാസ്സാക്കിയ ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് ആണ്. ആൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ആക്ട് എന്ന് പറയുന്നത് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. ഇതെങ്ങനെ വന്നു, ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരു ഗവൺമെന്റ് പോളിസി ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഭക്ഷ്യക്ഷാമം, ദാരിദ്ര്യം, ചൂഷണം, കടബാധ്യത ഇത്തരത്തിലുള്ള സർക്കംസ്റ്റൻസസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ആശയമാണ് ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സർക്കംസ്റ്റൻസസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പല റിഫോംസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879, അതുപോലെ തന്നെ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883, അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884 ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നു. ബട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് മദ്രാസ് ഗവൺമെന്റ് മിസ്റ്റർ ഫ്രെഡറിക് നിക്കോൾസനെ യൂറോപ്യൻ കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് അയച്ചത്. ആൻഡ് ഹി സബ്മിറ്റഡ് ഹിസ് റിപ്പോർട്ട് ഇൻ 1899. ആൻഡ് അതുപോലെ 1901 ഫെമൈൻ കമ്മീഷൻ ഒരു മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷന്റെ ആവശ്യമുണ്ടെന്ന് ഉന്നയിച്ചു. അതുപോലെ തന്നെ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന ബുക്കിലൂടെ മിസ്റ്റർ എച്ച് ഡ്യൂപ്പർനിക്സും ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെ വൈസ് റോയ് ലോർഡ് കേഴ്സൺ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രെഡറിക് നിക്കോൾസണും അതുപോലെ തന്നെ ഡ്യൂപ്പർനിക്സും മെമ്പേഴ്സ് ആയിട്ടുള്ള സർ എഡ്വേർഡ് ലോ അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ ആ കമ്മിറ്റി ഡ്രാഫ്റ്റ് ചെയ്തതാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അത് പാസ് ചെയ്ത ദിവസം എന്ന് പറയുന്നത് 25 മാർച്ച് 1904 ആണ്. അങ്ങനെ ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. 1904 10ാമത്തെ ആക്ട് ആണ് ഈ 1904 ആക്ട്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്ന് പറയുന്നത് 1904 10ാമത്തെ ആക്ട് ആണ്. നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 25 മാർച്ച് 1904 ആണ്. ത്രിഫ്റ്റ്, അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് എൻകറേജ് ചെയ്യാനും അഗ്രികൾച്ചറലിസ്റ്റും അതുപോലെ തന്നെ ആർട്ടിസൻസിന്റെ ഒക്കെ ഇടയിൽ കോപ്പറേഷൻ വളർത്തുക എന്നതൊക്കെയാണ് ഈ 1904 ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഈ 1904 ആക്ടിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്താണ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ സൊസൈറ്റി അണ്ടർ ദിസ് ആക്ട് ഇസ് 10%. അതായത് സെയിം വില്ലേജിൽ അല്ലെങ്കിൽ ടൗണിൽ നിന്നും 10 അംഗങ്ങൾ ചേർന്നാണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ സാധിക്കുക. ഈ 1904 ആക്ട് പ്രകാരം മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എത്രയാണ്? 10 പേരാണ്. അതുപോലെ തന്നെ ഈ ആക്ട് പ്രകാരം സൊസൈറ്റീസിനെ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മുടെ എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട് ഈ 1904 ആക്ട് പ്രകാരം എങ്ങനെയാണ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്. സോ റൂറൽ ആൻഡ് അർബൻ ആയിട്ടാണ് ഈ സൊസൈറ്റീസിനെ അന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഈ ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. നോൺ ക്രെഡിറ്റ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഒന്നും തന്നെ ഫോം ചെയ്യാൻ പാടില്ല. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഈ ആക്ട് പ്രകാരം ഫോം ചെയ്യാൻ പാടുള്ളൂ. അടുത്താണ് സൊസൈറ്റീസിനെ ഓഡിറ്റ് ചെയ്യേണ്ടത് ആരായിരുന്നു? രജിസ്ട്രാർ ആണ്. അന്ന് 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റീസിനെയൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റീസിന് ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ 1000 രൂപയിൽ കൂടാതെ ആർക്കും ഷെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ആസ് പെർ 1904 ആക്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും അവർ ആ ഷെയർ ഹോൾഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ മിനിമം 1 ഇയർ ആണ് അവർ ഷെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 1 ഇയർ എങ്കിലും അവർ അവരുടെ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കണം. ആൻഡ് മാക്സിമം 1000 രൂപയാണ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഷെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ 1904 ആക്ടിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 സർ ഡാനിയൽ ഹാമിൽട്ടൺ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ദ വേ ഫ്രം പോവേർട്ടി ടു പ്ലെന്റി. സോ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു കോട്ട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാം. ഇറ്റ് വാസ് ദ വേ ഫ്രം പോവേർട്ടി ടു പ്ലെന്റി എന്ന് ആരാണ് പറഞ്ഞത്? ഡാനിയൽ ഹാമിൽട്ടൺ ആണ് പറഞ്ഞത്. സോ ആ നെയിം ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് നമുക്ക് 1904 ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഫുൾ നെയിം ഒന്ന് ഓർത്തുക. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ് റിക്വയർഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മാക്സിമം എത്രയാണ് ഇവർക്ക് ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റുക, അതൊക്കെ ഒന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് നമുക്ക് ഈ 1904 ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്.
സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ആപ്പിൽ ഈ വീഡിയോൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സെക്ഷൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു നോക്കുക. ആൻഡ് നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക്